MLA കെ ബാബു ഇനി മത്സരരംഗത്തേക്കില്ല എന്ന പ്രഖ്യാപനം ഇക്കഴിഞ്ഞ ദിവസമാണ് നടത്തിയത്. പക്ഷേ ഇറങ്ങുന്നതിന് മുൻപ് നിയമസഭയുടെ ഉള്ളിൽ വെച്ച് തന്നെ സർക്കാരിനെ നിർത്തിപ്പൊരിക്കാൻ കിട്ടിയ അവസരം അദ്ദേഹം പാഴാക്കിയില്ല. ഒരിടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും കൂടിയത്. പക്ഷേ നിയമസഭാ സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമുയർത്തി പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികൾക്ക് കൂട്ടജാമ്യം ലഭിച്ചത് ചൂണ്ടിക്കാട്ടിയും തന്ത്രിയുടെ വാദം ഏറ്റുപിടിച്ചുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടങ്ങിയത്. ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാലാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് വാദമുയർത്തിയാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചത്. തന്ത്രിക്കെതിരെ തെളിവുകൾ ഇല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുകൂടിയും സർക്കാർ മനഃപൂർവ്വം പകപോക്കുകയായിരുന്നുവെന്നും MLA കുറ്റപ്പെടുത്തി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സഭയിൽ സ്വർണ്ണക്കൊള്ള വിഷയം എന്നൊക്കെ തലപൊക്കുന്നു, അപ്പോഴൊക്കെയും ഇടത് സർക്കാരിന് തലപുകയാണ്. സ്വർണ്ണക്കൊള്ള കൂടാതെ തന്ത്രിയുടെ അറസ്റ്റും ചേർന്ന് ആകെ മൊത്തം വെട്ടിലായ അവസ്ഥയിലാണ് സർക്കാർ. നിസ്സഹകരണം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലായ മന്ത്രി P. രാജീവ് പ്രതിപക്ഷ വിമർശനം ഹൈക്കോടതിക്ക് എതിരെയാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമം നടത്തി. SIT അന്വേഷണത്തിൽ സർക്കാർ ഇടപെട്ടില്ലെന്നും തന്ത്രി വാദി എന്നതോ പ്രതി എന്നതോ സർക്കാരിനെ ബാധിക്കുന്നതല്ലെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. മതനിരപേക്ഷ കേരളത്തിന് കോൺഗ്രസ് നിലപാട് അത്യന്തം അപകടകരമാണെന്ന് കൂടി മന്ത്രി പറഞ്ഞതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടിയുള്ള പ്രതിഷേധം കനത്തപ്പോൾ ചോദ്യോത്തരവേള തുടർന്നുകൊണ്ടുപോകാൻ പാടുപെടുന്ന സ്പീക്കറിനെയും സഭയിൽ കാണാൻ കഴിഞ്ഞു. സഭയിൽ നിന്നുള്ള നാടകീയ രംഗങ്ങൾ കൂടി ചേർക്കുന്നു. അന്വേഷണത്തിന്റെ പൂർണ്ണമായ മേൽനോട്ടവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റമറ്റ അന്വേഷണമാണെന്നും ശരിയായ ദിശയിലാണെന്നും ഓപ്പൺ കോർട്ടിനകത്തുള്ള ഒബ്സർവേഷന്റെ അല്ല, ഒരു ഓർഡറിനകത്ത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനകത്ത് ആ അന്വേഷണത്തെയാണ് അദ്ദേഹം ആചാര ലംഘനവും അതുപോലെ ഒരു കുറ്റവും ചെയ്യാത്ത ആള് എന്ന മട്ടിലേക്ക് എത്തിയത്. സാർ, ഗവൺമെന്റിന്റെ ഭാഗം വളരെ വ്യക്തമാണ്. തന്ത്രിയാണോ ഇതിനകത്ത് അകത്ത് കിടക്കുന്ന ആരാണോ അവര് പ്രതിയാണെന്നോ പ്രതിയല്ലെന്നോ ഗവൺമെന്റിന് അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായവും ഇല്ല. കാരണം ഈ അന്വേഷണം പൂർണ്ണമായി നടക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിനകത്ത് മാത്രമാണ്. ഞങ്ങളുടെ മുൻപിൽ അന്വേഷണത്തിന്റെ ഒരു റിപ്പോർട്ടും വരുമില്ല. സീല് വെച്ച കവറിനകത്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനകത്താണ് വരുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അന്വേഷണം ശരിയായ രൂപത്തിലാണ് എന്ന് പറഞ്ഞിട്ടും ഈ സമരം തുടരുന്നത് രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സാർ ഞാനൊരു കാര്യം പറയട്ടെ സാർ. 1987 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഫൈസാബാദിൽ വെച്ച് രാമരാജ്യം എന്ന മുദ്രാവാക്യം ആദ്യമായി അവതരിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് സാർ. അയോധ്യയില് ജവഹർലാൽ നെഹ്റു സരയൂ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോലുകൾ, ആ താക്കോലുകൾ വീണ്ടും അത് തുറക്കാൻ അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. അതിനുശേഷം അയോധ്യയിൽ ശിലാന്യാസം അനുവദിച്ചത് കോൺഗ്രസ് ആണ് സാർ. യഥാർത്ഥത്തിൽ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ക്ഷേത്ര രാഷ്ട്രീയത്തെ ഉപയോഗിക്കാൻ വഴി തുറന്നു വിട്ടത് സാർ കോൺഗ്രസ് ആയിരുന്നു സാർ. ഇപ്പൊ കോൺഗ്രസ് ചെയ്യുന്നത് നവയുഗം എന്നുള്ളത് BJP യുഗത്തിലേക്കുള്ള യാത്രയ്ക്കുള്ള വഴിയൊരുക്കലാണ് സാർ കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ അപകടത്തിലാക്കും. എന്തുകൊണ്ടാണ് സാർ ഈ കേരള സ്റ്റോറി വരുന്നത്? എന്തുകൊണ്ടാണ് സാർ തെലുങ്കാന സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കർണാടക സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ ഹിമാചൽ പ്രദേശ് സ്റ്റോറി ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് സാർ കേരള സ്റ്റോറി 1ഉം 2ഉം വരുന്നത്? കാരണം കർണാടക സ്റ്റോറി ഗുജറാത്ത് സ്റ്റോറി തന്നെയാണ് സാർ. തെലുങ്കാന സ്റ്റോറി UP സ്റ്റോറി തന്നെയാണ് സാർ. കോൺഗ്രസും BJPയും രണ്ട് പാർട്ടികളുടെ പേരുന്നുണ്ടെങ്കിലും ഒരേ രാഷ്ട്രീയത്തെ, ഒരേ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പാർലമെന്ററി മിനിസ്റ്റർ സാർ, ശബരിമലയിൽ സ്വർണം കട്ട മുഴുവൻ ആളുകളും നിയമത്തിന്റെ മുമ്പിൽ വരണമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സഭയിലും സഭയ്ക്ക് പുറത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ് എത്രയോ തവണ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സാർ, തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത്
പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്. സാർ, വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയാണ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയത് തന്റെ ഉപദേശപ്രകാരമാണ് തന്ത്രി പ്രവർത്തിച്ചത് എന്ന്. ഇന്നലെ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. സാർ, അന്ന് ആ സുവർണാവസരം ഒരുമിച്ച് മുതലെടുത്തവരാണിവർ. സാർ, അന്ന് കൊടി മടക്കി അവരുടെ പിന്നാലെ പോകാൻ ആഹ്വാനം ചെയ്തത് ഇവരുടെ KPCC പ്രസിഡന്റാണ്. സാർ, മുസ്ലിം ലീഗ് നാരങ്ങ വെള്ളം കലക്കി കാത്തിരിക്കുകയാണ് സാർ BJP-ക്കാർക്കൊന്ന് വെള്ളം കലക്കി കൊടുക്കാൻ. ഒരു നാണവുമില്ലാതെ, ക്ഷമിക്കണം സാർ, ഞാൻ ആ വാക്ക് പിൻവലിച്ചു, ലജ്ജയുമില്ലാതെ, ഒരു ലജ്ജയുമില്ലാതെ BJP-ക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സാർ ലീഗുകാർ. അവർ വീണ്ടും നാരങ്ങ വെള്ളം കലക്കി വെച്ച് അവിടെ പുറത്ത് കാത്തിരിക്കുകയാണ്. സാർ, ഇന്ന് വന്ന വാർത്തയുണ്ട്. ഇന്നത്തെ വാർത്ത എന്താണ്? അസമിലെ PCC പ്രസിഡന്റ് ഭൂപൻ ബോറ BJP-യിൽ പോയി എന്നാണ് വാർത്ത. ആസാമിലെ BJP പ്രസിഡന്റ് ഭൂപൻ ബോറ BJP-യിൽ പോയിരിക്കുന്നു. സാർ, ഈ ഇരിക്കുന്നവരിൽ എത്ര പേർ നാളെ കോൺഗ്രസിലുണ്ടാവും, UDF-ലുണ്ടാവും എന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ സാർ? വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? ഓരോ ദിവസവും PCC പ്രസിഡന്റ് മുതലുള്ള ആളുകൾ BJP-യിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ നാരങ്ങ വെള്ളവും കലക്കി കാത്തിരിക്കുന്നത്. സാർ, ഇത് രാഷ്ട്രീയ ഉപജാപമാണ്. ഈ രാഷ്ട്രീയ ഉപജാപം കേരളം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രശ്നം ശബരിമലയിലെ സ്വർണം കട്ടവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നതാണോ, അതോ സ്വർണം കട്ടവരിൽ ഞങ്ങളുടെ ആളുകളെ ഒഴിവാക്കണം എന്നതാണോ? വാജിവാഹനം ഉൾപ്പെടെയുള്ളവരിൽ നടന്ന ക്രമക്കേട്, ആ ക്രമക്കേടിലും കൊള്ളയിലും UDF-ന്റെ ഭരണസമിതിക്ക് പങ്കുണ്ട് എന്ന കാര്യം ഞാൻ നേരത്തെ ഈ സഭയിൽ പറഞ്ഞു. ഇഹലോകത്തും പരലോകത്തുമുള്ള ആളുകൾക്ക് പങ്കുണ്ട് എന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസുകാരായ UDF-കാരായിട്ടുള്ള ആളുകൾക്ക്. അതാണിപ്പോ നിങ്ങൾ തന്ത്രിക്ക് വേണ്ടി രംഗത്ത് വരാൻ കാരണം. നിങ്ങളും BJP-യും തന്ത്രിയെ മുൻനിർത്തി ഒരുമിച്ച് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ആവാമെങ്കിൽ ഞങ്ങൾ സഭയുടെ അവകാശം ഞങ്ങൾ സഭയുടെ അവകാശം സാർ, അതുകൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.